ഹായ് കൂട്ടുകാരെ, ഇന്ന് എള്ള് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എള്ള് നല്ലപോലെ കഴുകി അതിൻ്റെ കല്ലും മണലൊക്കെ അരിച്ച് അതൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ശർക്കരയും വെള്ളവും ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം എടുത്തു വെച്ച എള്ളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തൊന്ന് പൊട്ടി വരുമ്പോൾ അത് മാറ്റി വയ്ക്കാം. അതിലേക്ക് റോ ആയ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഇളകി വരുമ്പോൾ അതൊന്ന് മാറ്റി വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ ഇളകി പോകുന്നതായിരിക്കും. റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ആണെങ്കിൽ വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ആ പാനിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചൊന്ന് കുറുകി വരണം. അതൊന്ന് ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അത് ഒന്ന് ചെറുതായി ഒന്ന് ഒട്ടുന്ന പരുവമാകുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളമയമൊക്കെ മാറി വരണം. വെള്ളമയമൊക്കെ മാറി വന്ന ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആഡ് ചെയ്യുന്നത് കപ്പലണ്ടിയാണ്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് അതിൻ്റെ വെള്ളമയമൊക്കെ നല്ലപോലെ വറ്റി വരുമ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാം.